സ്കൂൾ മാഷായ കാതമുത്തുവിനെ നാട്ടുകാർ കുതിരമുട്ട എന്നാണ് വിളിച്ചിരുന്നത്. ആ പേര് മാഷിന്റെ മകൻ ഹാപ്പിക്കും കിട്ടി. നാട്ടുകാർ അവനെ ജൂനിയർ കുതിരമുട്ട എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങിയതോടെ ആ പേര് കാരണം പല പെൺകുട്ടികളും അവനെ റിജക്റ്റ് ചെയ്തു. കുതിരമുട്ടയുടെ മരുമകളാകാൻ വയ്യ എന്നതായിരുന്നു എല്ലാവരുടെയും പരാതി. അതുകാരണം നാട്ടിലെ കളിയാക്കലുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു പെണ്ണിനെ കണ്ടെത്താനുമായി ഹാപ്പി ബാംഗ്ലൂരിൽ ജോലിക്ക് പോയി. അവിടെ വെച്ച് ടീം ലീഡറായ കാവ്യയുമായി അവൻ പ്രണയത്തിലായി. കാവ്യയുടേത് വലിയ പണക്കാരായ മോഡേൺ കുടുംബമായിരുന്നു. ഒരു ദിവസം കാവ്യയുടെ പിറന്നാളിന് പോയപ്പോൾ അവളുടെ അച്ഛനെ കണ്ട ഹാപ്പിക്ക് ഇനി എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. പാർട്ടി കഴിഞ്ഞ് കാവ്യയോട് ഫാമിലിയുടെ കാര്യം തുറന്നു പറയണമെന്ന് വിചാരിച്ചപ്പോഴാണ് നീ നിന്റെ പേരൻസിനോട് കല്യാണക്കാര്യം സംസാരിക്കാൻ വരാൻ പറയണം എന്ന് കാവ്യ ഹാപ്പിയോട് പറയുന്നത്. കാവ്യയുടെ ഈ ആവശ്യം ഹാപ്പിയെ ടെൻഷൻ അടിപ്പിച്ചു. തന്റെ നാടൻ അച്ഛനെയും കുടുംബത്തെയും കണ്ടാൽ കാവ്യ ഇട്ടെറിഞ്ഞു പോകുമോ എന്ന് ഹാപ്പി ഭയന്നു. എന്തായാലും സാരമില്ല എന്ന് കരുതി ഹാപ്പി ഫാമിലി ഫോട്ടോ കാവ്യയ്ക്ക് അയച്ചുകൊടുത്തു. എന്നാൽ ഹാപ്പി പേടിച്ചതുപോലെയല്ല നടന്നത്. കാവ്യയ്ക്ക് ഹാപ്പിയുടെ പേരൻസിനെ ഇഷ്ടപ്പെട്ടു. തുടർന്ന് നാട്ടിൽ പോയി അച്ഛനോട് കാവ്യയുടെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ചു. അങ്ങനെ കല്യാണ നിശ്ചയത്തിന് അച്ഛനും കുടുംബക്കാരും എല്ലാവരും വന്നു. അവിടെ വെച്ച് അവർ കാവ്യയുടെ അച്ഛനെ ദേഷ്യം പിടിപ്പിച്ചു. ദേഷ്യം വന്ന കാവ്യയുടെ അച്ഛൻ അവരെയെല്ലാം പിച്ചക്കാരെന്ന് വിളിച്ചു. ഇതെല്ലാം അടുത്തുനിന്ന് ഹാപ്പിയുടെ അച്ഛൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതിൽ ദേഷ്യം വന്ന അച്ഛൻ തന്റെ സ്വത്തും പണവുമെല്ലാം കാവ്യയുടെ വീട്ടിൽ കാണിച്ച് ഞാനല്ല പിച്ചക്കാരൻ, നിങ്ങളാണ് പിച്ചക്കാരൻ എന്ന് മാസായി പറഞ്ഞ് അവിടെ നിന്നിറങ്ങിപ്പോയി. ഇനി എങ്ങനെ നമ്മുടെ കല്യാണം നടക്കുമെന്ന് ഹാപ്പി ചോദിച്ചപ്പോൾ ഞാൻ അച്ഛനോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് കാവ്യ അച്ഛനെ ഹാപ്പിയുമായി സംസാരിക്കാൻ വിളിക്കുന്നു. നിന്റെ അച്ഛൻ എന്നോട് സോറി പറഞ്ഞാൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം എന്ന് കാവ്യയുടെ അച്ഛൻ പറയുന്നു. അതുകാരണം ഹാപ്പി കാവ്യയെയും വീട്ടുകാരെയും കൂട്ടി ഗ്രാമത്തിലേക്ക് ചെന്നു. തുടക്കത്തിൽ ആ നാടൻ രീതികൾ കാവ്യയുടെ വീട്ടുകാർക്ക് ഒട്ടും പിടിച്ചില്ലെങ്കിലും ഒടുവിൽ മക്കളുടെ സന്തോഷത്തിനായി രണ്ടു കുടുംബങ്ങളും ഒത്തുചേർന്ന് അവരുടെ വിവാഹം നടത്തി. വിവാഹശേഷം ഹാപ്പിയും കാവ്യയുടെ ഫാമിലിയും അമേരിക്കയിലേക്ക് പോകാനായി വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് ആ പഴയ കഥ പുറത്തുവരുന്നത്. പണ്ട് ഹാപ്പി താജ്മഹൽ കാണാൻ ട്രെയിനിൽ പോകുമ്പോൾ അവിടെ ടിക്കറ്റില്ലാതെ കരയുന്ന ഒരു ഗർഭിണിയെയും ഭർത്താവിനെയും കണ്ടു. തന്റെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് ഹാപ്പിയുടെ അച്ഛൻ അവർക്ക് നൽകി. താജ്മഹൽ നമുക്ക് പ്ലെയിനിൽ പോയി കാണാമെന്ന് പറഞ്ഞ് അന്ന് അദ്ദേഹം ഹാപ്പിയെ സമാധാനിപ്പിച്ചു. അന്ന് ടിക്കറ്റില്ലാതെ ട്രെയിനിലുണ്ടായിരുന്നത് കാവ്യയുടെ അച്ഛനും അമ്മയുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം തങ്ങളെ സഹായിച്ച ആ വലിയ മനുഷ്യന്റെ മകൻ തന്നെയാണ് മകളെ വിവാഹം കഴിച്ചതെന്നറിഞ്ഞപ്പോൾ കാവ്യയുടെ അച്ഛന്റെ കണ്ണു നിറഞ്ഞു. കാവ്യയുടെ അച്ഛൻ ഹാപ്പിയുടെ അച്ഛന്റെ കാൽ പിടിച്ച് മാപ്പ് ചോദിച്ചു.